ഹലോ ചക്കരക്കുട്ടികളെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഷോർട്സൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോ ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാ തെറ്റും നിങ്ങൾ ക്ഷമിക്കുമെന്നാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പതിവ് പോലെ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ് നേരെ തന്നെ ചായയും വെച്ചു. കുടിക്കാനുള്ള വെള്ളവും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിരുന്നു കേട്ടോ. പക്ഷെ ചേട്ടൻ ഇന്ന് പണിക്ക് പോകണമായിരുന്നേ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റത്. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം കുറച്ച് താമസിച്ചൊക്കെ എഴുന്നേൽക്കാറുള്ളൂ കേട്ടോ. ഏട്ടൻ പോയിക്കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയായിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്ന് ആസ്വദിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ദിവസങ്ങളിലൊന്നും ഇങ്ങനെ വന്നിരുന്ന് കുടിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. ഞായറാഴ്ച ദിവസം മാത്രമാണ് കുറച്ച് റിലാക്സ് ആയിട്ടിരുന്ന് ചായ കുടിക്കാനുള്ള നേരമെങ്കിലും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ചോറ് വയ്ക്കാനായിട്ട് തലേ ദിവസത്തെ അടുപ്പിലെ ചാരമെല്ലാം മാറ്റാണ് കേട്ടോ. ഈ അടുപ്പ് ഒരു 15-16 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ പുകയില്ലാത്ത അടുപ്പാണ്. പക്ഷേ ഈ ഒരൊറ്റ അടുപ്പ് കാരണം ഇപ്പം ഞങ്ങളുടെ വീടിനകത്ത് നിറച്ച് പുകയാട്ടോ. അന്ന് ഇത് വെച്ചവർക്ക് അത്ര ഐഡിയ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. എന്താണാവോ. 6:30ക്ക് എൻ്റെ മോൾക്ക് വോളിബോൾ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ അതിനു വേണ്ടി ഇറങ്ങി. അപ്പോഴത്തേക്ക് അമ്മ അടുപ്പ് കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന് എനിക്ക് അരി ഇട്ടാൽ മതിയായിരുന്നേ. ഞാൻ അരിയൊക്കെ അങ്ങ് ഇടുവാണേ. ഇന്ന് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. എൻ്റെ മോൾക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ പണി ഇത്തിരി പാടാട്ടോ. അതുകൊണ്ടാണ് സൺഡേയിലൊക്കെ മാത്രമേ ഉണ്ടാക്കാറുള്ളേ. ഇവിടെ ഗ്രീൻ പീസ് കറി വെക്കുന്നത് ഓൾറെഡി ഗ്രീൻ പീസ് വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടുക് പൊടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളക് പൊടിയും മസാലപ്പൊടിയും മാത്രമേ ഇടാറുള്ളൂ. എന്നിട്ട് ഗ്രീൻ പീസും കൂടി ഒഴിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. മല്ലിപ്പൊടിയൊന്നും ഇടാറില്ല. മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഗ്രീൻ പീസ് കറി വയ്ക്കുമ്പോൾ ഒരു ചെറിയ കയ്പ്പ് പോലെയാട്ടോ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇടാറില്ല. പിന്നെ ഞാൻ അപ്പം തന്നെ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ കഴുകി അങ്ങ് മാറ്റാറുണ്ട്. അതുകൊണ്ട് പാത്രം കഴുകലെന്ന് പറയുന്ന ഒരു ജോലി ഉണ്ടാകാറില്ല കേട്ടോ. അങ്ങനെ അടുക്കളയിലത്തെ പണിയൊക്കെ ഒരുമാതിരി ഒരുക്കിയിട്ട് മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മിറ്റടിക്കലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നൊന്നര ടാസ്ക് കേട്ടോ. കാരണം അത്യാവശ്യം നല്ലോണം മുറ്റമുണ്ട് കേട്ടോ. വീടിന് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് വന്ന് മുറ്റത്ത് വീഴാനുണ്ട്. അതുമാത്രമല്ല, എത്ര പറിച്ചാലും കുഞ്ഞു കുഞ്ഞു പുല്ലുകളെല്ലാം മുറ്റത്ത് എപ്പോഴും ഇങ്ങനെ കിളുത്തുകൊണ്ടിരിക്കുവേ. ഒരു ദിവസം മുറ്റം തൂത്തില്ലെങ്കിൽ ഒരു മാസത്തേക്ക് ആ വീട്ടിൽ ആളില്ലാത്ത പോലെ തോന്നും കേട്ടോ. ഞാനും അമ്മയും കൂടിയാണ് മുറ്റമൊക്കെ തൂക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വശവും സൈഡ് ഭാഗവും ഞാനും, അടുക്കള ഭാഗവും പുറകുവശവും അമ്മയാട്ടോ തൂക്കുന്നത്. ഒരാൾ മാത്രം തൂത്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറത്തേക്കുള്ള പണിയാണേ. ഇപ്പോഴുണ്ടല്ലോ പേരമരത്തിലൊക്കെ ഒത്തിരി പേരയ്ക്ക ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇളയ മോൾക്ക് സാവൂട്ടന് പേരയ്ക്ക, മാങ്ങ, കപ്പങ്ങ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ പേരയ്ക്ക ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് കഴിച്ചോളൂ. പിന്നെ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ട്. അതിനകത്ത് കുറച്ച് പയറും മുളകും ഒക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അതിനകത്ത് നിന്ന് 2-3 മുളകൊക്കെ കിട്ടി. വലിയ സന്തോഷമായിരുന്നേ. അപ്പോഴത്തേക്കും മൂത്ത മോൾ പൂമ്പാറ്റ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കുള്ള ഇടിയപ്പവും കറിയും എടുത്തു കൊടുത്തേ. ഇന്ന് എൻ്റെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ അങ്ങ് തീർക്കുവാണേ. അടുക്കളയെല്ലാം ഒതുക്കി പെരയ്ക്കകം എല്ലാം തൂത്തും തുടച്ചു വിട്ടു കേട്ടോ. വീട് വൃത്തിയാക്കിയിട്ടിട്ട് പോയില്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. എൻ്റെ അമ്മ ഒരുവിധം അങ്ങനെ പണിയൊക്കെ തീർത്ത് പിള്ളേരെ എല്ലാം റെഡിയാക്കിക്കൊണ്ട് ഇറങ്ങി കേട്ടോ. 11:30യുടെ ബോട്ടിനായിരുന്നു കേട്ടോ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കസിൻസിനെയൊക്കെ കണ്ടേ. പൂമ്പാറ്റയ്ക്ക് അവളുടെ കസിൻസിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ടായിരുന്നു. സ്വർഗം കിട്ടിയ പോലെയായിരുന്നു കേട്ടോ. അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നേ. സൂപ്പർ സദ്യയുമായിരുന്നു കേട്ടോ. പക്ഷെ ചൂട് മാത്രം കേട്ടോ മനുഷ്യനെ വലച്ച് കളഞ്ഞത്. ഒരുമാതിരി പുഴുങ്ങിയെടുത്ത അവസ്ഥയിലാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ വന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ കാണാവേ. ടാറ്റാ.